ബഹുമാനപ്പെട്ട
ദേവാലയ പ്രകാശ വരെയുള്ള ഹ്രസ്വമായ ഒരു ചരിത്രം. ഇന്ന് പുതിയ ഒരു ചരിത്രം ഇവിടെ തുടങ്ങുകയാണ്. പുതിയ ദേവാലയം ബഹുമാനപ്പെട്ട ജോർജ് ഓറച്ചാളി അച്ഛന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഭയുടെ ആരാധന മത്സരത്തിൽ പള്ളി കൂടാശക്കാലം ഈ കാലത്തിൽ ഈ പള്ളിയുടെ കൂടാശ കർമ്മം നടക്കുന്നു എന്നത് തന്നെ നമ്മുടെ ആരാധന ക്രമ സഭാത്മക ജീവിതവുമായിട്ടുള്ള ചർച്ച വളരെ വ്യക്തമാക്കുന്നതാണ്. അതിന് വലിയ അർത്ഥമുണ്ട്. ആരാധന മത്സരത്തിൽ പ്രത്യേകമായിട്ട് സഭാപ്രതിഷ്ഠയുടെ ദേവാലയത്തിന്റെ എല്ലാം സ്ഥാപനം നമ്മൾ ഓർക്കുകയും ദേവാലയത്തിലൂടെ ദൈവജനം ഭൂമിയിൽ സ്വർഗീയമായ അനുഭവം നേടാൻ ഇടയാകുന്ന വലിയ പ്രഭാവക നിമിഷങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയുമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ദേവാലയത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ദൈവാരാധനയാണ്. സഭയുടെ ആരാധന ഇത്രയ്ക്ക് നിഗൂഢമായതിനോടും അതേസമയം തന്നെ പ്രത്യക്ഷമായതിനോടും നമ്മെ ബന്ധിപ്പിക്കുന്ന പ്രതീകങ്ങളുടെ ദൈവശാസ്ത്രമാണ്. ഇത് മറ്റെന്തെങ്കിലും ഒന്നതുകൊണ്ട് പകരമാക്കി എടുക്കുവാൻ സാധ്യമല്ല. പ്രത്യുത നമ്മിലേക്കുള്ള രക്ഷകനായ ഈശോയുടെ ആഗമനമാണ്. ദൈവാരാധനയിൽ സംഭവിക്കുന്നത് അതാണ്. കർത്താവായ ഈശോ നമ്മിലേക്ക് ആഗമനം ചെയ്യുന്നു. ആരാധനക്രമം ബഹിർഗമനത്തിൽ നിന്നും പുനരാഗമനത്തിലേക്കുള്ള ഒരു തരം ഭ്രമണമാണ്. ചുറ്റിത്തിരിയലാണ് ആരാധനയിൽ സംഭവിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിലേക്ക് ഉയരുന്നു, ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നു. നിശ്ചിതമായതായ സമയത്തിലേക്കും സമകാലികതയിലേക്കും ഭൗതിക സമയത്തെ നാം ദേവാലയത്തിൽ ദൈവാരാധനയിൽ ചേർക്കുകയാണ്. നമ്മുടെ രക്ഷയുടെ പ്രക്രിയയിലേക്കുള്ള പരിവർത്തന ഘട്ടമാണ് ആരാധന ദേവാലയത്തിൽ അർപ്പിക്കുന്നതിലൂടെ നമ്മളെല്ലാം കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമക്കളുടെ ഏറ്റവും മൗലികമായ കടമയും ദൗത്യവുമാണ് ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുക. അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാം ദേവാലയം പണിയുന്നത്. ഇന്ന് മനോഹരമായ ഈ ദേവാലയം അമ്പ്യാകുളം ഇടവകയിലെ ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവജനത്തിന് ദൈവാനുഗ്രഹത്തിന്റെ നിമിത്തമായി തീരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇടവക മാത്രമല്ല, സഭ മുഴുവൻ സന്തോഷിക്കുകയാണ്. ഒരു ദേവാലയം കല്ലും മണ്ണും സിമന്റും മാത്രം കൂടിയല്ല ഉണ്ടാകുന്നത്. ദേവാലയത്തെ ദേവാലയമാക്കി തീർക്കുന്നത് അതിൽ വസിക്കുന്നവരാണ്. ദൈവത്തിന്റെ ചൈതന്യം, കർത്താവായ ദൈവം ഇവിടെ വസിക്കുന്നു. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദാവീദ് രാജാവ് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ദൈവത്തിന് ഒരു ആലയം പണിയണം. അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കാൻ ഒരു കാരണമുണ്ട്. രാജാവായ ദാവീദ് കൊട്ടാരത്തിൽ താമസിക്കുന്നു. ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞ
വാഗ്ദാന പേടകം കൂടാരത്തിൽ ഇരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ഉള്ള വലിയ അന്തരം മനസ്സിലാക്കി ദാവീദ് ആഗ്രഹിച്ചതാണ്. ഞാൻ കൊട്ടാരത്തിൽ വസിക്കുകയും ദൈവം കൂടാരത്തിൽ കഴിയുകയും ചെയ്യുവാൻ പാടില്ല. അന്ത്യാകുളം ഇടവക ജനത ഏതാണ്ട് ഇതിന് സമാനമായ ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മനോഹരമായ ദേവാലയം പൂർത്തിയാക്കിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ആഗ്രഹിച്ച് ദൈവജനത്തോട് പ്രകാരം ഒരു പങ്കുവയ്ക്കൽ നടത്തി. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമുക്കെല്ലാം നല്ല വീടുകളുണ്ട്. ദാവീദ് പറയുന്നത് പോലെ നമ്മളെല്ലാം ഏതാണ്ട് കൊട്ടാരങ്ങളിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ദൈവത്തിന്, സർവസത്താവായ ദൈവത്തിന്, നമ്മളെല്ലാം പരിപാലകനായ ദൈവത്തിനായി ഒരു ആലയം വേണം. ദൈവാരാധനയ്ക്ക് മനോഹരമായ ദേവാലയം വേണം എന്നുള്ള ഒരാഗ്രഹം നമ്മുടെ ഇടവകയിൽ ഉണ്ടാകുകയും ആഗ്രഹം ഇന്ന് പൂർത്തിയാകുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ കർത്താവായ ഈശോ ഉദാശീനമായിട്ട് നമ്മുടെ കൂടെ വസിക്കുകയാണ്. അവിടുന്ന് നമ്മുടെ കൂടെ വസിച്ച് നമ്മയെല്ലാം നിരന്തരം കാത്തു പരിപാലിക്കുന്നു. കർത്താവിന്റെ സജീവമായ സാന്നിധ്യം ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള അവിടുത്തെ വാഗ്ദാനമാണല്ലോ ഔദാശികമായി കർത്താവ് ഈശോ നമ്മുടെ കൂടെ സന്നിഹിതമായിരുന്നുകൊണ്ട് നിറവേറ്റപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഉദാശകൾക്കുള്ള പ്രാധാന്യം ആണ് ദേവാലയത്തിലെ ഏറ്റവും പ്രധാനമായ കർമ്മ അനുഷ്ഠാനം. ദേവാലയത്തിൽ വന്ന് പരിശുദ്ധമായ കുർബാന അർപ്പിച്ച് സ്വർഗവും ഭൂമിയും തമ്മിൽ, അല്ലെങ്കിൽ ഭൂമിയിൽ ആയിരിക്കുന്ന നമുക്ക് സ്വർഗീയ അനുഭവത്തിലേക്ക് ഉയരാൻ, നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അവസാനം നമുക്ക് എത്തേണ്ട സൗഭാഗ്യം മുൻകൂട്ടി ഭൂമിയിൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ, ആ സൗഭാഗ്യത്തെ നോക്കി പാർക്കുവാൻ വേണ്ടി ആണ് ഈ ദേവാലയം നമ്മുടെ ഇടയിൽ, നമ്മുടെ ഇടവകയുടെ മധ്യേ ഇന്ന് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. ഇതിന് വലിയ ത്യാഗം വേണ്ടി വന്നു. ദാവീദിന്റെ ആഗ്രഹം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുത്രൻ സോളമനാണ് ജെറുസലേം ദേവാലയം പണി പൂർത്തിയാക്കിയത്. സോളമന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അതെങ്ങനെയാണ്? നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ, എന്റെ ചട്ടങ്ങൾ ആചരിച്ചും എന്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എന്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയ പണി പൂർത്തിയാക്കി. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ 6-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ സോളമൻ ദൈവത്തിന്റെ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചു. ദൈവം കൊടുത്ത അനുശാസനങ്ങൾ അനുസരിച്ചും കൽപ്പനകൾ പാലിച്ചും അവൻ ജനത്തെ നയിച്ചപ്പോൾ ദൈവം ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിച്ചു. അങ്ങനെ ദേവാലയ പണി സോളമൻ പൂർത്തിയാക്കി. നമ്മുടെ ജീവിതത്തിലും മനോഹരമായി ദേവാലയത്തിന്റെ സൗന്ദര്യം പ്രകടമാകേണ്ടത് നമ്മുടെ ജീവിത
വിധത്തിലാണ്. ഈ ദേവാലയം പോലെ പ്രൗഢവും ഗാംഭീര്യം നിറഞ്ഞതും മനോഹരവും സുന്ദരവുമായ ജീവിതം ഈ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം കേട്ട് ഉണ്ടാകുവാൻ നമുക്ക് ഇടയാകുമ്പോഴാണ് ഈ ദേവാലയത്തിന്റെ ചൈതന്യം എപ്പോഴും നമ്മിൽ കുടികൊള്ളുന്നത്. അതാണല്ലോ ദേവാലയം പണിയുമ്പോൾ സഭയും ആഗ്രഹിക്കുന്നത്. സഭാമാതാവ് ദേവാലയത്തിലൂടെ ദൈവജനത്തിന്റെ വളർച്ച ഉദ്ഘോഷിക്കുകയാണ്. സഭ തന്നെ വളരുകയാണ്. ഇന്ന് ഈ ദേവാലയം ഉദാശ ചെയ്യപ്പെട്ടപ്പോൾ കർത്താവിന്റെ ഭൗതിക ശരീരമായ സഭയാണ് വളർത്തിയിരിക്കുന്നത്. കാരണം ദൈവജനത്തിന്റെ സജീവമായ വിശ്വാസ ജീവിതവുമായി ഇത് പൂർണ്ണമായി ചേർന്നിരിക്കുന്നു. ഈ ദേവാലയം കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ദൈവത്തിലുള്ള ആഴമായ സ്നേഹം നമുക്കെല്ലാം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെയുള്ള ദൈവജനത്തിന്റെ വിശ്വാസ ജീവിതം, അവരുടെ ആഴമായ ദൈവ ആശ്രയത്വം, അതുപോലെ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളുമെല്ലാം പാലിക്കാനുള്ള ഉത്കടമായ ആഗ്രഹം, ഇതെല്ലാമാണ് ത്യാഗപൂർവം ഈ പള്ളി പണിത ജനത്തിന്റെ വിചാരങ്ങൾ. അതുകൊണ്ടാണ് ഈ പള്ളി പണിയപ്പെട്ടപ്പോൾ കർത്താവിന്റെ സഭ വളരുന്നു എന്ന് നമ്മളെല്ലാം ഉദ്ഘോഷിക്കുന്നത്. ഇത് വെറുമൊരു കെട്ടിടമല്ല, മറിച്ച് സഭാഗാത്രത്തിന്റെ വളർച്ചയുടെ അഭിവാജ്യമായ ഭവനമാണ്. ദൈവജനം ഇവിടെ ദൈവത്തോട് ചേരുകയാണ്. ദൈവാരാധനയിൽ ഉദാശകൾ സ്വീകരിച്ച് പ്രാർത്ഥന അർപ്പിച്ച് ദൈവത്തിന്റെ വചനം കേട്ട് അവര് സ്വർഗീയ ജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുകയാണ്. ഇതാണല്ലോ പള്ളി ഉദാശ കാലത്തിൽ സഭാമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മണവാട്ടിയായ സഭ മണവാളനായ മിശിഹായുടെ പ്രത്യാഗമനത്തിനായിട്ട് ദൈവജനത്തെ ഒരുക്കുന്ന കാലമാണ് ഭൂമിയിലെ സഭയുടെ കാലം. മിശിഹായുടെ പ്രത്യാഗമനത്തിൽ മണവാട്ടിയായ സഭ തന്റെ മക്കളെ എല്ലാം മിശിഹായോടൊപ്പം മണവറ സ്വർഗമാകുന്ന മണവറയിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള യോഗ്യത സമ്പാദിക്കുകയാണ് ദൈവാലയത്തിലൂടെ. നമ്പ്യാകുളം ഇടവക സമൂഹത്തിന് മിശിഹായുടെ പ്രത്യാഗമനത്തിൽ മണവറയാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടുന്ന എല്ലാ കൃപാവരങ്ങളുമാണ് ഇന്ന് ഈ ദേവാലയം ഉദാശ ചെയ്യപ്പെട്ടപ്പോൾ ദൈവം സമ്മാനിച്ചിരിക്കുന്നത്. സഭാമാതാവ് നമ്പ്യാകുളം ഇടവക സമൂഹത്തെ വളർത്തുവാനായിട്ട് ദൈവത്തോട് ചേർത്ത് ഉയർത്താനും സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുവാനും വേണ്ടി മനോഹരമായ ഈ ദേവാലയം പണിത് നമ്മയെല്ലാം ഭൂമിയിൽ സ്വർഗത്തിൽ എന്ന പോലെ ജീവിക്കാൻ പ്രാപ്തരാക്കിയിരിക്കുന്നു. ഈ വലിയ മഹാദാനത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ ദൈവത്തിന്റെ മഹത്വവും ദൈവജനത്തിന്റെ സന്തോഷവും സഭയുടെ വളർച്ചയും എല്ലാം കൂട്ടിമുട്ടുകയാണ്. ഈ വലിയ സന്തോഷ നിമിഷത്തിൽ നന്ദിയോടുകൂടി അധ്യക്ഷനായ ജോസഫ് പിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള നാമത്തിൽ പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ചെയും ഇടവക ജനത്തെയും പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയുകയാണ്. ഈ മനോഹരമായ ദേവാലയം ഇത് പണിതുയർത്തുവാൻ വേണ്ടി നിങ്ങൾ സഹിച്ച ത്യാഗം, ഇതിനായിട്ട്
നിങ്ങൾ മുടക്കിയ സമ്പത്ത്, അതിനുവേണ്ടി നിങ്ങൾ എത്രയോ ദിവസങ്ങൾ കഠിനമായിട്ട് അധ്വാനിച്ചു. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ ബുദ്ധിശക്തി, ഇത് മനോഹരമായി തീർന്നത് ഭൗതികമായ കലാവിരുന്നിന്റെ നല്ല ഒരാവിഷ്കാരം കൂടിയായതുകൊണ്ടാണ്. പുറമേ നിന്നും അകമേ നിന്നും മനോഹരമായി നല്ല കാഴ്ചയായി ദേവാലയം ഇവിടെ കുന്നിൻ മുകളിൽ ഉയർന്നു നിൽക്കുമ്പോൾ അതൊരു അടയാളമാണ്. അത്യാകുളം ഇടവകയുടെ ദൈവസ്നേഹത്തിന്റെ അടയാളം, സഭാസ്നേഹത്തിന്റെ വ്യക്തമായ ഒരു ദൃശ്യം. ഇതെല്ലാമാണ് ഈ ദേവാലയം ഉദ്ഘോഷിക്കുന്നത്. ഈ ദേവാലയത്തിന്റെ പണി വളരെ പെട്ടെന്ന്, എന്നാൽ വളരെ ശാന്തമായി സമാധാനപരമായി, യാതൊരുവിധ ബഹളങ്ങളുമില്ലാതെ, ഒരു അവസരവുമില്ലാതെ ആണ് ഞങ്ങളെല്ലാം കണ്ടുകേട്ട് അറിഞ്ഞത്. അതിന് തീർച്ചയായിട്ടും മഹത്തായ നേതൃത്വമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ ജോർജ് പ്രവചാലച്ചൻ നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ സമർത്ഥമായ കഠിനവും ത്യാഗവും നിറഞ്ഞ ശാന്തവും സുന്ദരവുമായ, സർവോപരി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ സഭയുടെ ചൈതന്യത്തോട് ചേർന്നുള്ള പ്രവർത്തനത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഈ ദേവാലയം. അത് വലിയ സന്തോഷത്തോടുകൂടി ഞങ്ങളെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയും ബഹുമാനപ്പെട്ട വികാരിച്ചനും ഇതിനോട് ചേർന്ന് കഠിനമായി പ്രയത്നിച്ച പള്ളിയുടെ കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ ദൈവജനത്തെ വളർത്തുന്നതിൽ ഭാഗമാക്കാവുന്ന സന്യസ്തരും വിശ്വാസ പരിശീലകരും മറ്റുള്ള എല്ലാ ആത്മായ പ്രേക്ഷകരും